കുട്ടികളെ, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു കവിതയാണ്. ചാപ്റ്റർ 20 കേട്ടോ. ഇന്നു ഞാൻ നാളെ നീ, ജി ശങ്കരക്കുറുപ്പ് സാറിൻ്റെ കവിതയാണ്. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത. ഓക്കെയാലോ. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ജി ശങ്കരക്കുറുപ്പ് സാറിനെ കുറിച്ച് നോക്കാം. മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു കവിയും അതേപോലെ തന്നെ വിവർത്തകനുമാണ് ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് സൂര്യകാന്തി, നിമിഷം, ഓടക്കുഴൽ, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, ജീവസംഗീതം, സാഹിത്യ കൗതുകം എന്നിങ്ങനെ കുറേ കവിതകളും അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി എല്ലാം അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു കേട്ടോ. എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ഒരു അധ്യാപകനായിട്ട് വിരമിച്ചു. പിന്നീട് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായി, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. അതേപോലെ തന്നെ രാജ്യസഭാ അംഗം കൂടിയായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അപ്പോൾ നമുക്കിനി ഈ ഒരു കവിതയിലേക്ക് പോകാം. ഓരോ 4 വരികൾ അല്ലെങ്കിൽ ഒരു 8 വരികൾ നമുക്ക് വായിക്കാം. എന്നിട്ട് അതിൻ്റെ മീനിങ്സ് പറഞ്ഞു പോകാം. ഇന്നു ഞാൻ നാളെ നീ എന്ന ഈ കവിത സൂര്യകാന്തി എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികളെ, ആദ്യം ഞാൻ ഹെഡിങ് ഒന്ന് നോക്കിക്കേ. ഇന്നു ഞാൻ നാളെ നീ, അതൊരു ഒരു ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്? നമ്മൾ ഇതിന് മുന്നേ പഠിച്ച കവിതകളൊന്നും അങ്ങനെയല്ലല്ലോ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ഹെഡിങ് അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്? കാരണം ഇതിൽ കവിയുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പ്രകടിപ്പിക്കാനാണ് കവി ചിന്തിക്കുന്നത്. ഇതിൽ ഉള്ളിൽ കവിതയുടെ, അതായത് കവിയുടെ മനസ്സിലുള്ള കാര്യങ്ങളെ കവിതയിലൂടെ അദ്ദേഹം കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറയാനുള്ളതായതുകൊണ്ടാണ് ഒരു ഇൻവേർട്ടഡ് കോമയിൽ അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് പോകാം. ഇന്നു ഞാൻ നാളെ നീ ഇന്നും പ്രതിധ്വനിക്കുന്നിതൻ നോർമയിൽ, പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ, ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാകാസം ഇടയ്ക്കിടയ്ക്കാഞ്ഞു വലിക്കവേ. അപ്പോൾ അത്രയും വരികളുടെ അർത്ഥം എന്താ നോക്കാം. ഇവിടെ എന്താ പറയുന്നത്? ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ ആയിരിക്കും. ഇന്നും ആ ഒരു വാക്യം എൻ്റെ ഓർമ്മയിൽ എവിടെയോ എനിക്കത് ആരോ ഉരുവിടുന്നത് പോലെ എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇനി അന്നത്തെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടക്കുകയാണ് കവി ഇവിടെ. എന്താ പറയുന്നത്? ഏൽക്കാനിടയായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഏൽക്കാനിടയായിട്ടുള്ള സമയം, സ്ഥലം, അവസ്ഥ എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കുമല്ലോ നമ്മുടെ ഓരോ അനുഭവങ്ങളും. അതാണ് ഇവിടെ പറയുന്നത്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. അന്തി ആവുകയല്ലേ, അല്ലെങ്കിൽ എന്താ പറയുന്നത്? അന്തി എന്ന് പറയുന്നത് എന്താ? ഇരുള്. രാത്രി ആവുകയല്ലേ. രാത്രി ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാദവക്തത്തെ മരത്തിൻ്റെ കരിനിഴൽ എങ്ങനെയാണ്? അത് വലുതായി വരികയാണ്. എങ്ങനെ? പ്രേതത്തിനെ പോലെ വലുതായിട്ട് വരുന്ന പോലെ തോന്നുകയാണ്. കവി എന്താ പറയുന്നത്? അന്തിയാവുകയല്ല, നിഴലുകൾക്ക് നീളം വെക്കുകയാണ് ചെയ്യുന്നത്. നിരത്ത് വക്കത്തെ മരത്തിൻ്റെ കറുത്ത നിഴൽ നീളം വെച്ചിരിക്കുന്നത് പെട്ടെന്ന് കണ്ണിൽപ്പെട്ടപ്പോൾ ഒരു പ്രേതഭീതി ബാധിച്ചതുപോലെയാണ് കവിക്ക് തോന്നിയത്. പിന്നെയോ, അന്തിക്കാറ്റത്ത് കിടകിട വിറച്ചുകൊണ്ട് എന്നോണം ഏതാനും ഉണക്ക ഇലകൾ നിലം പതിക്കുന്നുണ്ട്. അവ എങ്ങനെയാണ്? അവ ബോധം കെട്ട് വീഴുകയാണെന്നാണ് കവിക്ക് തോന്നുന്നത്. കാറ്റ് തുടർച്ചയായി വീശുകയല്ല, അത് ഇടയ്ക്കിടയ്ക്ക് അനങ്ങാതെ കിടന്ന് ശ്വാസം വലിക്കുന്ന പാകത്തിലായിട്ട് നിൽക്കുകയാണ്. ആയതിനാൽ കാറ്റിന് മരണം അടുത്തതായി കൽപ്പിക്കപ്പെടുന്നതാണ് ഇവിടെ കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്വാസം ആഞ്ഞു വലിക്കുക എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? അവസാന ഘട്ടത്തിലെ നമ്മുടെ വിഷമവും അല്ലെങ്കിൽ ആ ഒരു വിമിഷ്ടവും എല്ലാമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് വരി നോക്കാം നമുക്ക്. താരകരത്നഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ വിൻപെട്ടിയിൽ ചത്ത പകരിൻ ശവം വച്ചെടുപ്പതിൻ ആത്മമൗനം 4 ദിക്കുകൾ നിൽക്കവേ, തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായി അന്തി മൂർച്ഛിക്കവേ, ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയിങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി, പക്ഷികൾ പാടിയില്ലാടിയില്ല ക്ഷിതി തന്നെ മരവിച്ച പോലെയായി, അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാമെന്നു ദീനമണിസ്വനം. ലാസ്റ്റ് നമ്മൾ പഠിച്ച വരികൾ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്? ഒരു ശോകമൂകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലേ? അതായത് എന്താണ്, അതായത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്ന, അന്ത്യശ്വാസം വലിക്കുന്ന ആ ഒരു സമയത്തുള്ള വിഷമഘട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇനി വരുന്ന വരികളിൽ പറയുന്ന കുറേ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത് ആകാശവും അതേപോലെ നക്ഷത്രങ്ങളെയും 4 ദിക്കുകളെയും എല്ലാം ഓരോ മരണത്തിൻ്റെ ഓരോ ഭാഗങ്ങളാക്കി കാണിച്ചു തരികയാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്. ആകാശത്തെ ഒരു ശവപ്പെട്ടി പോലെയും നക്ഷത്രങ്ങളെ അത് രത്നം കൊണ്ട് പതിപ്പിച്ച ഒരു പട്ടുതുണി പോലെ അലങ്കരിക്കാൻ വേണ്ടി പൊതിപ്പിച്ച ഒരു പട്ടുതുണി പോലെയും പിന്നാലെ വരാൻ പോകുന്ന ദൃശ്യത്തിന് മുൻകൂട്ടി ഒരുക്കം നടക്കുകയാണ് എന്നും പറയുന്നു. പിന്നെ വരുന്നത് എന്താണ്? ശവപ്പെട്ടിയിൽ ഒരു മൃതശരീരം, അത് ചുമക്കാൻ കുറച്ചു പേർ. ഇവിടെ മൃതശരീരം അസ്തമിച്ച ഒരു പകലിനെയാണ് സൂചിപ്പിക്കുന്നത്. പെട്ടിയിലാക്കി അത് വഹിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നത് ആരാണ്? 4 ദിക്കുകളും ആണ് അത് വലിക്കാനായിട്ട് സന്നദ്ധരായിട്ട് നിൽക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആകാശത്തെയും നക്ഷത്രങ്ങളെയും ദിക്കുകളെയും എല്ലാം സൂചിപ്പിക്കുന്ന വരികളാണ് ഇതെല്ലാം എന്ന്. ശരിക്കും ആ ഒരു നിമിഷത്തിൽ നിശബ്ദത മാത്രമായിരിക്കും അല്ലേ അവിടെ ഉണ്ടാവുക. ഒരു അവസാന ഘട്ടത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? പകലിൽ നിന്ന് പിറക്കുന്നതായി അന്തിയെ കാണിക്കുന്നു. അതായത് പകലിൻ്റെ മകൾ എന്നാണ് അന്തിയെ പറയുന്നത്. അന്തി എന്ന മകൾ അച്ഛനായ പകലിൻ്റെ ശവപ്പെട്ടിമേൽ ലാസ്റ്റത്തെ അല്ലെങ്കിൽ അവസാനത്തെ മുത്തം നൽകുമ്പോൾ ഉടൽ വിറച്ച് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. ഇതോടെ മരണം, അതിനു ചുറ്റും നിൽക്കുന്ന കുറേ പേർ, മൗനത്തോടെ നിൽക്കുന്ന, നിശബ്ദരായി നിൽക്കുന്ന കുറേ ബന്ധുമിത്രാദികൾ, ബോധം കെട്ട് വീഴുന്ന ബന്ധുമിത്രാദികൾ, അല്ലെങ്കിൽ അതിൻ്റെ വേദനയുടെ ആഘാതത്തിൽ നിൽക്കുന്ന ബന്ധുമിത്രാദികൾ, ഇതെല്ലാമാണ് നമുക്ക് ആ ഒരു നിമിഷത്തിൽ കവി നമുക്ക് കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞ് കവിയുടെ മനസ്സ്
വല്ലാതെ ഉലയുകയാണ്. താൻ എവിടെയാണ് നിൽക്കുന്നത്? ഒരെത്തും പിടിയും തനിക്ക് കിട്ടുന്നില്ല. പെരുവഴിയുടെ വക്കത്താണോ ഞാൻ നിൽക്കുന്നതും, അതും ഒറ്റയ്ക്ക്. എവിടെ ആരംഭിക്കുന്നു, എവിടെ അവസാനിക്കുന്നു എന്നൊന്നും അറിയാൻ പറ്റാത്ത വഴിയിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. എങ്ങും ഇന്ന് വന്നു എന്നോ, എവിടേക്ക് പോകണമെന്നോ, എവിടെ നിന്നാണ് വന്നതെന്നോ, എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നോ എന്നൊന്നും ഒരു ധാരണയും ഇല്ലാത്ത ഒരു നിൽപ്പ്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ, അതിലൂടെയാണ് ഇപ്പോൾ കവി കടന്നു പോകുന്നത്. അങ്ങനെ മൂകമായി നിൽക്കുന്ന ആ ഒരു മൂകതയിൽ നിന്നും ഉണ്ടായ ആലോചനയും അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടുള്ള ശക്തി പ്രാപിക്കലിൻ്റെയും ഇടയിലാണ് ആ ഒരു ശബ്ദം ഉയർന്നു വന്നത്. എവിടെ നിന്നാണ്? അടുത്ത പള്ളിയിൽ നിന്നുള്ള മണിമുഴക്കമായിരുന്നു അത്. നാം നാം എന്ന സ്വരം സൃഷ്ടിക്കുന്ന ആഘാതം അത് വളരെ ശക്തമാണ്. കാരണം മുഴങ്ങുന്ന ശബ്ദം, അതിനനുസരിച്ച് കണക്കുന്ന നിശബ്ദത, വല്ലാത്ത ഒരു അനുഭവമായിരുന്നു കവിക്ക് നേരം ഫീൽ ചെയ്തത്. ഉത്കണ്ഠയും അസ്വാസ്ഥ്യവും എല്ലാം കവിതയിൽ കവി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആയതിനാൽ മണിയുടെ ഒച്ചയെ ദീനം എന്ന് വിശേഷിപ്പിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഒരു കവിതയുടെ ഇത്രയും ഭാഗത്തു നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസന്ന മൃത്യുവായി ശ്വാസം ആഞ്ഞു വലിക്കുന്നതായി കവി സങ്കല്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? കാറ്റിനെയാണ് അല്ലേ? അതായത് കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് ആഞ്ഞു വീശുന്നതിന് എന്താണ് പറയുന്നത്? മൃത്യു അടുത്ത് അതിൻ്റെ വിഷമതകളെല്ലാം അനുഭവിച്ചു കിടക്കുന്ന ഒരാളെ പോലെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അന്തരിച്ച പകലിൻ്റെ ശവം ചുമക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് ആരൊക്കെയാണ്? ദിക്കുകളെയാണ്. അതായത് 4 ദിക്കുകളെയാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത് അല്ലേ? അന്തരിച്ച പകലിൻ്റെ ശവം ഏറ്റെടുക്കാൻ അതായത് വളരെയധികം ദുഃഖത്തോടെ മൗനമായി നിൽക്കുന്നത് ആരൊക്കെയാണ്? 4 ദിക്കുകളാണ് അല്ലേ? പകൽ മാറി സന്ധ്യ കടന്നു വരുന്നത് എല്ലാ ദിക്കുകളിലും ഒരേപോലെയാണ്. അപ്പോൾ ആ ദിക്കുകളെയെല്ലാമാണ് അന്തരിച്ച പകലിൻ്റെ ശവം ചുമക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർ എന്ന് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഓക്കെ, ബാക്കി നമ്മൾ എടുക്കാനുള്ള ഭാഗത്തിൻ്റെതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ.